Dear students, Animal Kingdom എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഫൈലം ഹെമികോഡേറ്റയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈലം ഹെമികോഡേറ്റ. Hemichordata was earlier considered as subphylum under phylum Chordata, but now it is placed as separate phylum under non-Chordata. അതായത് ഹെമികോഡേറ്റയെ നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത് ഫൈലം കോഡേറ്റയുടെ കീഴിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതിനെ നോൺ കോഡേറ്റയുടെ കീഴിലുള്ള സെപ്പറേറ്റ് ഫൈലം ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിനെ കോഡേറ്റയുടെ കീഴിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഭാഗത്തിൽപ്പെടുന്ന ഓർഗാനിസത്തിന്റെ കോളാർ റീജിയൻസിൽ കാണപ്പെടുന്ന ഈ സ്ട്രക്ചർ നോട്ടോകോഡ ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അത് മനസ്സിലായി അത് നോട്ടോകോഡല്ല, അതിനെ പറയുന്ന പേരാണ് സ്റ്റോമോകോഡ് എന്ന്. ദ സ്ട്രക്ചർ ഈസ് സിമിലർ ടു നോട്ടോകോഡ്. നോട്ടോകോഡിന് സാമ്യതയുള്ള ഒരു സ്ട്രക്ചറാണ് സ്റ്റോമോകോഡ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഓർഗാനിസത്തിന്, ഈ വിഭാഗത്തിന് കോഡേറ്റയുടെ കീഴിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിനെ നോൺ കോഡേറ്റയുടെ കീഴിൽ സെപ്പറേറ്റ് ഫൈലം ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് ഫൈലം ഹെമികോഡേറ്റ എന്ന പേരിൽ. വേം ലൈക്ക് മറൈൻ അനിമൽ. ഈ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഹെമികോഡേറ്റ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഓർഗാനിസംസ് കൂടുതലായിട്ടും വേം ലൈക്ക് ആണ്, വിര പോലെ കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ്. ഇനി ഓർഗാനിസത്തിന്റെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽസ് ആണ്, അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ സിസ്റ്റംസ് കാണപ്പെടുന്നുണ്ട്. ദെൻ സിമെട്രി നോക്കുകയാണെങ്കിൽ ഇത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ദാറ്റ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ഓർഗാനിസം. ഇനി ഈ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് മെയിൻലി 3 റീജിയൻ, നെയ്മലി പ്രൊബോസിക്, കോളാർ ആൻഡ് ട്രങ്ക്. പ്രൊബോസിക്, കോളാർ, ട്രങ്ക് എന്ന് പറയുന്ന 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആണ്, അതായത് മൗത്ത് മുതൽ ഏനസ് വരെ നീണ്ടു നിൽക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് കാണപ്പെടുന്നത്. ഈ ഓർഗാനിസംസ് കടലിലാണ് കാണപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണ്. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്, അതായത് ബ്ലഡ് വെസൽസ് കാണുന്നില്ല, ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുന്നത്. ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും സർക്കുലേറ്ററി സിസ്റ്റത്തിന് വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓപ്പൺ ടൈപ്പില് ബ്ലഡ് ഒഴുകുന്നത് ബോഡി സ്പേസിലൂടെയാണ്, ബ്ലഡിന്റെ കളർ വൈറ്റ് ആയിരിക്കും. എന്നാൽ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ ബ്ലഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിലൂടെയാണ്. ഹ്യൂമൻ ബീങ് ക്ലോസ്ഡ് ആണ് അല്ലെ, ക്ലോസ്ഡ് ബ്ലഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുന്നത്. ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്, അതേപോലെ തന്നെ ബ്ലഡിന്റെ കളർ റെഡ് ആയിരിക്കും. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കാണപ്പെടും, അപ്പോൾ റെഡ് കളർ ആയിരിക്കും കാണപ്പെടുക. എന്നാൽ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റത്തില് വൈറ്റ് കളറുള്ള ബ്ലഡ് ആണ് കാണപ്പെടുന്നത്, കാരണം പിഗ്മെന്റ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്. ഫൈലം ആർത്രോപോഡ വിഭാഗത്തിന് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോക്രോച്ചിന് ബ്ലഡ് വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. എക്സ്ക്രീറ്ററി ഓർഗൻ ഈസ് പ്രൊബോസിക് ഗ്ലാൻഡ്. പ്രൊബോസിക് ഗ്ലാൻഡ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ദെൻ ഇത് ഡയേഷ്യസ് ഓർഗാനിസം ആണ്. ഡയേഷ്യസ് എന്ന് പറയുകയാണെങ്കിൽ ഡൈ മീൻസ് 2 അല്ലെ, ദാറ്റ് ഈസ് സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിൽ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഉണ്ടാവും, ഫീമെയിൽ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്സ് കാണപ്പെടുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ ഗമേറ്റ്സ് വാട്ടറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്, വെള്ളത്തിൽ വെച്ചിട്ട് അതിന്റെ ഫ്യൂഷൻ നടന്ന് ഒരു ഓർഗാനിസംസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ലാർവൽ സ്റ്റേജസ് കാണപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ വിഭാഗം ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഹെമികോഡേറ്റയുടെ എക്സ്ക്രീറ്ററി ഓർഗന്റെ പേര് എന്താ എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് പ്രൊബോസിക് ഗ്ലാൻഡ്. ഫൈലം ഹെമികോഡേറ്റയിൽ 2 എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒന്ന് ബലാനോഗ്ലോസസ് എന്ന് പറയുന്ന ഓർഗാനിസം, ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് സാക്കോഗ്ലോസസ്. അപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെച്ചോളാം, ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ഫൈലം കോഡേറ്റ. അപ്പൊ നമ്മൾ പറഞ്ഞു അനിമൽ കിങ്ഡത്തിന് 2ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫൈലം നോൺ കോഡേറ്റയും കോഡേറ്റയും. നോൺ കോഡേറ്റ എന്ന് പറയുകയാണെങ്കിൽ നട്ടലില്ലാത്ത ഓർഗാനിസം, അല്ലെങ്കിൽ നോട്ടോകോഡ് ഇല്ലാത്ത ഓർഗാനിസംസ് അല്ലെ. എന്നാൽ നോട്ടോകോഡ് പ്രസന്റ് ആണെങ്കിൽ ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണ് ഫൈലം കോഡേറ്റയിൽ നമ്മൾ എടുത്ത് പറയുന്നത്. പ്രസൻസ് ഓഫ് നോട്ടോകോഡ്,
പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. ഈ നോട്ടോകോഡ് കാണപ്പെടുന്നത് നെർവ് കോഡിന്റെയും അലിമെന്ററി കനാലിന്റെയും ഇടയിൽ കാണപ്പെടുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ദെൻ പ്രസൻസ് ഓഫ് ഹോളോ നെർവ് കോഡ്. നോട്ടോകോഡിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഹോളോ കോഡാണ് നെർവ് കോഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഫാരിങ്സ് റീജിയൻസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആണ്. ഈ ഗിൽ സ്ലിറ്റ്സ് കാണപ്പെടുന്നത് പ്രിമിറ്റീവ് ആയുള്ള ഓർഗാനിസംസിലാണ്, അതായത് ഫിഷസിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ബേർഡ്സില്, റെപ്റ്റൈൽസില്, മാമൽസില് ഗിൽ സ്ലിറ്റ്സ് കാണപ്പെടുന്നില്ല. അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ലങ്സ് ആണ് കാണപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ് ഫൈലം കോഡേറ്റിൽ പറയുന്നത്. നോട്ടോകോഡും നെർവ് കോഡും ഗിൽ സ്ലിറ്റ്സും പ്രസന്റ് ആണ് എന്നുള്ളത്. എക്സാമിന് ഈ ഡയഗ്രം തരാം, എന്നിട്ട് ലാബിൽ ചെയ്യാൻ ചോദിക്കാം. ഫൈലം കോഡേറ്റയുടെ ഈ ഡയഗ്രം തന്നിട്ട് ലാബിൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ടോകോഡ്, നെർവ് കോഡ്, ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ആനൽ ടെയിൽ. പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആണ് എന്നുള്ളത് കോഡേറ്റയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി കോഡേറ്റയും നോൺ കോഡേറ്റും തമ്മിൽ വ്യത്യാസം നോക്കാം. കോഡേറ്റയിൽ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും, എന്നാൽ നോൺ കോഡേറ്റയിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. Then central nervous system is dorsal and hollow and single. സെൻട്രൽ നെർവസ് സിസ്റ്റം, നെർവ് കോഡ് കാണപ്പെടുന്ന കോഡേറ്റയിൽ ഡോർസൽ സൈഡിലാണ്. അത് ഹോളോ കോഡാണ്, ഉള്ളിൽ ക്യാവിറ്റി ഉണ്ടാവും. ഒറ്റൊരു കോഡ് മാത്രമേ കാണുന്നുള്ളൂ, സിംഗിൾ ആണ്. എന്നാൽ നോൺ കോഡേറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാണാം, സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രലാണ് കാണപ്പെടുന്നത്. ആ ഓർഗാൻസത്തിന്റെ ഏറ്റവും അടിയിലാണ് കാണപ്പെടുക. അതേപോലെ തന്നെ സോളിഡ് ആണ്, ഡബിൾ ആണ്. ഡബിൾ നെർവ് കോഡ് കാണാം. കോക്രോച്ചിലെ നെർവസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഡബിൾ നെർവ് കോഡ് കാണും. ഓക്കെ. ഇനി കോഡേറ്റയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫാരിങ്സ് ഈസ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഇവിടെ ഗിൽ സ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട്, റെസ്പിറേഷൻ സഹായിക്കുന്ന അല്ലെ. എന്നാൽ നോൺ കോഡേറ്റിലാണെങ്കിൽ ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് ആണ്. കോഡേറ്റയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹാർട്ട് ഈസ് വെൻട്രൽ. വെൻട്രൽ സൈഡിലാണ് കോഡേറ്റയുടെ ഹാർട്ട് എങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നോൺ കോഡേറ്റയിലെ ഹാർട്ട് ഡോർസൽ സൈഡിലാണ്. ദെൻ കോഡേറ്റയിലെ പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആണ്, എന്നാൽ നോൺ കോഡേറ്റയിലെ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോഡേറ്റ. ഫൈലം കോഡേറ്റയെ നമ്മൾ 3 സബ് ഫൈലമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഫേറ്റ് ഓഫ് ദ നോട്ടോകോഡ്. ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സബ് ഫൈലയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഓൺ ദ ബേസിസ് ഓഫ് ദ ഫേറ്റ് ഓഫ് ദ നോട്ടോകോഡ്. നോട്ടോകോഡിന്റെ ഫേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഇതിലെ യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന അല്ലെങ്കിൽ സാധാരണയായിട്ട് വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോഡേറ്റ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ലോവർ കോഡേറ്റ്സ്. കോഡേറ്റ വിഭാഗത്തിലെ ലോവർ വിഭാഗമാണ് പ്രോട്ടോകോഡേറ്റ. അതായത് യൂറോകോഡേറ്റും സെഫാലോകോഡേറ്റയുമാണ് പ്രോട്ടോകോഡേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതായത് ലോവർ കോഡേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ പ്രോട്ടോകോഡേറ്റ്സ് ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. കടലിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കോഡേറ്റയെ നോട്ടോകോഡിന്റെ അടിസ്ഥാനത്തില് പ്രധാനമായിട്ടും 3 സബ് ഫൈലമായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. യൂറോകോഡേറ്റ എന്നും, സെഫാലോകോഡേറ്റ എന്നും, വെർട്ടിബ്രേറ്റ എന്നും. ഇതില് ലോവർ കോഡേറ്റ്സ് ആണ് ഏറ്റവും അടിയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ലോവർ വിഭാഗമാണ് യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കും. ഈ വിഭാഗം ഓർഗാനിസംസ് കടലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഒന്നുകൂടി അഡ്വാൻസ്ഡ് ഫോമായുള്ള കോഡേറ്റയാണ് നമ്മൾ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. കോഡേറ്റയില് ക്ലാസിഫൈ ചെയ്തപ്പോൾ 1ാമത്തെ സബ് ഫൈലമാണ് യൂറോകോഡേറ്റ അല്ലെ. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. 1ാമത്തെ സബ് ഫൈലമാണ് യൂറോകോഡേറ്റ, അതർവൈസ് കാൾട്യൂണിക്കേറ്റ. ഈ വിഭാഗം ഓർഗാനിസംസ് കാണപ്പെടുന്ന കടലിൽ മാത്രമാണ്. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മറൈൻ അല്ലെ. ഇനി ഈ വിഭാഗം ഓർഗാനിസത്തിൽ നോട്ടോകോഡ് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കിയാൽ, നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ലാർവൽ ടെയിലിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ആൻഡ് ഡിസപ്പിയേഴ്സ് ഇൻ ദ അഡൽറ്റ്. അഡൽറ്റില് ഈ നോട്ടോകോഡ് കാണപ്പെടുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സാൽപ്പ, അസിഡിയ, ഡോളിയോലം. ഇങ്ങനെ 3 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പൊ യൂറോകോഡേറ്റ എന്ന് പറയുകയാണെങ്കിൽ
ഈ വിഭാഗം ഓർഗാനിസത്തിന്റെ ലാർവൽ ടെയിൽ റീജിയൻസിൽ മാത്രമേ, ലാർവൽ ഫോംസ് ഉണ്ടാവുമല്ലോ, അതിന്റെ ടെയിൽ റീജിയൻസിൽ മാത്രമേ നോട്ടോകോഡ് കാണപ്പെടുകയുള്ളൂ. ആ ലാർവ അഡൽട്ടായി മാറുമ്പോൾ ആ ഓർഗാനിസത്തിൽ നോട്ടോകോഡ് ഉണ്ടാവില്ല. ആ വിഭാഗമാണ് യൂറോകോഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക: അസിഡിയ, സാൽപ്പ, ഡോളിയോലം. രണ്ടാമത്തെ വിഭാഗമാണ് സഫാലോകോഡേറ്റ എന്ന് പറയുന്നത്. സഫാലോ മീൻസ് ഹെഡ് റീജിയൺ എന്നാണ്. ദാറ്റ് ഇസ് ഹെഡ് റീജിയണിൽ നോട്ടോകോഡ് കാണപ്പെടുന്നു എന്നാണ് സഫാലോകോഡേറ്റയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? ഈ വിഭാഗം ഓർഗാനിസം നമുക്കറിയാം കടലിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ നോക്കിയേ. നോട്ടോകോഡ് ഈസ് എക്സ്റ്റെൻഡ് ഫ്രം ദ ഹെഡ് റീജിയൻ ടു ടെയിൽ റീജിയൻ ആൻഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഈ വിഭാഗം ഓർഗാനിസത്തിൽ നോട്ടോകോഡ് ഹെഡ് മുതൽ ടെയില് വരെ നീണ്ടു കിടക്കുന്നത്, തല മുതൽ വാല് വരെ നീണ്ടു കിടക്കുന്നതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നോട്ടോകോഡ് ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബ്രാഞ്ചിയോസ്റ്റോമ, അതർവൈസ് കാൾഡ് ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റ്. അപ്പൊ സഫാലോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് ബ്രാഞ്ചിയോസ്റ്റോമ. നെക്സ്റ്റ് സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോകോഡേറ്റയും സഫാലോകോഡേറ്റയും പ്രിമിറ്റീവ് കോഡേറ്റ്സുകളാണ്. അവർ നമ്മൾ ഒരുമിച്ചിട്ട് പ്രോട്ടോകോഡേറ്റ എന്ന് പറയുന്നു. അവർ കടലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. എന്നാൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ഫോമാണ് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. എന്താണ് വെർട്ടിബ്രേറ്റിന്റെ പ്രത്യേകത നോക്കാം. ദേ പൊസസ് നോട്ടോകോഡ് ഓൺലി ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്. ഈ വിഭാഗത്തിൽ ഉണ്ടാവുന്ന ഓർഗാനിസംസ് നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഇറ്റ് ഗെറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽറ്റ്. അഡൽറ്റിലാവുമ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറുന്നുണ്ട്. ദസ് ആൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റുകളും കോഡേറ്റയാണ്, എന്നാൽ എല്ലാ കോഡേറ്റുകളും വെർട്ടിബ്രേറ്റ്സ് അല്ല. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. ആൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ് 2 മാർക്കിനുള്ള ചോദ്യമാണ്. അതായത് ഇതിന് നമ്മൾ ആൻസർ പറയുകയാണെങ്കിൽ നമുക്കറിയാം കോഡേറ്റയെ 3 സബ് ഫൈലമായിട്ട് ക്ലാസിഫൈ ചെയ്തു. യൂറോകോഡേറ്റ എന്നും സഫാലോകോഡേറ്റ എന്നും വെർട്ടിബ്രേറ്റ എന്നും. ആ ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, അല്ലെ? എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണെന്ന് മനസ്സിലാക്കും. എന്നാൽ എല്ലാ കോഡേറ്റുകളും വെർട്ടിബ്രേറ്റ്സ് ആണോ? അല്ല. എല്ലാ കോഡേറ്റകളും വെർട്ടിബ്രേറ്റ്സ് അല്ല. അതിൽ യൂറോകോഡേറ്റയും സഫാലോകോഡേറ്റയും വരുന്നുണ്ട്. ഇനി മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിബ്രേറ്റയുടെ പ്രത്യേകത നോക്കാം. ഇൻ വെർട്ടിബ്രേറ്റ നോട്ടോകോഡ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറുന്നുണ്ട്. വെർട്ടിബ്രേറ്റയില് നോട്ടോകോഡും നെർവ് കോഡും ഗിൽ സ്ലിറ്റ്സും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കോഡേറ്റയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്. എന്നാൽ ഇതില് കോഡേറ്റിൽ അഡ്വാൻസ്ഡ് ഫോം ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നും കൂടി ഉയർന്ന ലെവലായിട്ടുണ്ടാവുന്ന വെർട്ടിബ്രേറ്റയില് ഈ നോട്ടോകോഡ് മാറിയിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നുണ്ട്. ദെൻ നെർവ് കോഡ് മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് മാറുന്നുണ്ട്. ഗിൽ സ്ലിറ്റ്സ് റീപ്ലേസ് ചെയ്തിട്ട് ലങ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കോഡേറ്റയും വെർട്ടിബ്രേറ്റും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ കോഡേറ്റുകളും വെർട്ടിബ്രേറ്റ്സ് അല്ല, എന്നാൽ എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റയാണ്. അപ്പോൾ കോഡേറ്റയും വെർട്ടിബ്രേറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കോഡേറ്റയിൽ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്. വെർട്ടിബ്രേറ്റിൽ പറയാനുള്ള കാരണം വെർട്ടിബ്രേറ്റിൽ നോട്ടോകോഡും നെർവ് കോഡും ഗിൽ സ്ലിറ്റ്സും എല്ലാതും കാണുന്നുണ്ട്. അത് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമാണ്. അത് അഡൽട്ടായി മാറുമ്പോൾ വെർട്ടിബ്രേറ്റിൽ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നുണ്ട്. നെർവ് കോഡ് റീപ്ലേസ് ചെയ്തിട്ട് ബ്രെയിനൽ ആൻഡ് സ്പൈനൽ കോഡായിട്ട് മാറുന്നുണ്ട്. ഗിൽ സ്ലിറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ലങ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. ഇനി വെർട്ടിബ്രേറ്റ്സിന് ഇത് മാത്രമല്ല, മറ്റു പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. 4 ചേമ്പേർഡ് ഹാർട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നിയാണ്. അതേപോലെ തന്നെ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ദെൻ എ പെയർ ഓഫ് അപ്പൻഡേജസ് ഫോർ വാക്കിംഗ് ഓർ റണ്ണിങ്, അല്ലെ?
അപ്പോൾ നമ്മൾ പറഞ്ഞ പെയർ ഓഫ് അപ്പൻഡേജസ് കാണപ്പെടുന്നുണ്ട്. അത് ഫിൻസ് ആവാം അല്ലെങ്കിൽ ലിംസ് ആവാം. ഇതൊക്കെയാണ് വെർട്ടിബ്രേറ്റയുടെ ക്യാരക്ടേഴ്സ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയാം. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ്. അതിന് ആൻസർ 2 പോയിന്റ് ആക്കി എഴുതിയാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, കോഡേറ്റ ഈസ് ഡിവൈഡ് ഇൻറ്റു 3 സബ് ഫൈലം, namely യൂറോകോഡേറ്റ, സഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. Then second point, in vertebrata, notochord and nerve cord and gill slits are present in the embryonic period, in their embryonic stage. But later it replaced by, namely notochord replaced by vertebral column, nerve cord replaced by brain and spinal cord, gill slits replaced by lungs. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചോദ്യത്തിനുള്ള ആൻസർ ആക്കിയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫ്ലോ ചാർട്ട് ചോദിക്കാറുണ്ട്. ഇതും ഓർത്ത് വെച്ചോണം, എക്സാമിന് ചോദിക്കാം. വെർട്ടിബ്രേറ്റ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എ നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. എ നാത്ത എന്ന് പറയുകയാണെങ്കിൽ ലാക്സ് ജോ ലെസ് ഫോംസ് ആണ്. അതിന് ഒരേ ഒരു ക്ലാസ് ആണ് നമ്മളിവിടെ പറയുന്നത്, സൈക്ലോസ്റ്റൊമാറ്റ. ദെൻ നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ ബിയേഴ്സ് ജോഡ് ഓർഗാനിസംസ് ആണ്. അതിൽ 2 സൂപ്പർ ക്ലാസ് ആണ് പെടുന്നത്, പൈസസ് ആൻഡ് ടെട്രാപോഡ. പൈസസ് എന്ന് പറയുമ്പോൾ ഫിഷസ് ആണ്. പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഫിൻസ് ആയിരിക്കും അല്ലെ. ഫിൻസ് ആണ് പ്രധാനമായിട്ടും അതിന് സ്വിം ചെയ്യാൻ സഹായിക്കുന്നത് ഫിഷസിന്. അതിൽ പെടുന്ന ക്ലാസ്സുകളാണ് കോൺട്രിത്തൈസും ഓസ്റ്റിത്തൈസും, കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും. ടെട്രാപോഡ എന്ന് പറയുമ്പോൾ ടെട്രാ മീൻസ് 4, പോഡ മീൻസ് അപ്പൻഡേജസ് ഓർ ലിംസ്. ദാറ്റ് ഈസ് ബിയർ ലിംസ്, ലിംസ് കാണപ്പെടുന്ന ഓർഗാനിസംസ്. നമുക്ക് അതിൽ പെടുന്ന ക്ലാസ് ആണ് ആംഫിബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. വെർട്ടിബ്രേറ്റ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ നാത്ത എന്നും നാത്തോസ്റ്റൊമാറ്റ എന്നും. എ നാത്ത എന്ന് പറയുമ്പോൾ ജോ ലെസ് ഫോംസ്. അതിൽ പെടുന്ന ഒരു ക്ലാസ് ആണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഈ വിഭാഗം ഓർഗാനിസത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദേ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. ചില മത്സ്യങ്ങളുടെ എക്ടോ പാരസൈറ്റ് ആയിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. അതായത് മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്നും ബ്ലഡ് ഊറ്റി കുടിക്കുക, അങ്ങനെ ആ മത്സ്യങ്ങളുടെ പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വിഭാഗം ഓർഗാനിസംസ്. ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇലോങ്ങേറ്റ് ബോഡിയാണ്. ദെൻ 6 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഈ ഗിൽ സ്ലിറ്റ്സ് ആണ് ഇതിന്റെ റെസ്പിറേഷന് സഹായിക്കുന്നത്. അതേപോലെ തന്നെ ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. ജോലെസ് ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞു. ഈ ഡയഗ്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ മൗത്ത് റീജിയൻസ് എന്ന് പറയുമ്പോൾ സർക്കുലർ ആണ്. അതേപോലെ സക്കിംഗ് ആണ്. സക്കിംഗ് എന്ന് പറയുമ്പോൾ സക്ക് ചെയ്ത് കുടിക്കാൻ, മറ്റുള്ള ഓർഗാനിസിൽ പോയി അറ്റാച്ച് ചെയ്ത് നിൽക്കുകയും എന്നിട്ട് ആ ഓർഗാനിസത്തിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ സർക്കുലർ മൗത്ത് ആണ് കാണപ്പെടുന്നത് വിത്തൗട്ട് ജോസ് കാണപ്പെടുന്നില്ല. ദെയർ ബോഡീസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. ഈ വിഭാഗത്തില് സ്കെയിൽസ് കാണപ്പെടുന്നില്ല. മത്സ്യങ്ങളെ പോലെ തോന്നുമെങ്കിലും ഇവർ മത്സ്യങ്ങളല്ല, പാരസൈറ്റ്സ് ആണ്. സ്കെയിൽസ് കാണപ്പെടുന്നില്ല, ബോഡിയിൽ സ്കെയിൽസ് ഇല്ല. ദെൻ ക്രാനിയം ആൻഡ് വെർട്ടിബ്രൽ കോളംസ് ആർ കാർട്ടിലേജിനസ്. ക്രാനിയം അതേപോലെ തന്നെ വെർട്ടിബ്രൽ കോളം കാർട്ടിലേജിനസ്, തരുണാസ്ഥി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സർക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലഡ് ഒഴുകുന്നത് ക്ലോസ്ഡ് വെസൽസിലൂടെയാണ്. Cyclostomes are marine but migrate for spawning to fresh water. ഈ വിഭാഗം ഓർഗാനിസംസ് കടലിലാണ് കാണപ്പെടുന്നത്, എന്നാൽ ഇത് മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് വരും. ആഫ്റ്റർ സ്പോണിംഗ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. Their larva after metamorphosis return to ocean. അപ്പോൾ ഈ വിഭാഗം ഓർഗാനിസംസ് മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് കടലിൽ നിന്നും ഫ്രഷ് വാട്ടറിലേക്ക് വരികയും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ ഓർഗാനിസംസ് സത്തു പോകുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ, ദാറ്റ് ഈസ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾ നേരെ കടലിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിലെ 2 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. പെട്രോമൈസൺ അതർവൈസ് കാൾഡ് ലാംബ്രെ ആൻഡ് മൈസീൻ അതർവൈസ് കാൾഡ് ഹാഗ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മൈസീൻ എന്ന് പറയുന്ന എക്ടോ പാരസൈറ്റ്സ് ആണ്.
വെർട്ടിബ്രേറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നാത്ത എന്നും നാത്തോസ്റ്റൊമാറ്റ എന്നും. നാത്ത എന്ന് പറയുമ്പോൾ ജോ ലെസ് ഫോംസ് ആണ്. നമ്മൾ നേരത്തെ സൈക്ലോസ്റ്റൊമാറ്റിൽ പറഞ്ഞു ആ വിഭാഗം ഓർഗാനിസംസ് പാരസൈറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ കണ്ടതാണ് സർക്കുലാർ മൗത്തും അതേപോലെ തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടീത്തും. അങ്ങനെയാണെങ്കിൽ ഈ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടീത്ത് മറ്റുള്ള ഓർഗാനിസത്തിൽ പോയി അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ ആ ഓർഗാനിസത്തിൽ നിന്ന് ബ്ലഡ് ഊറ്റി കുടിക്കുകയും ചെയ്യുന്ന പാരസിറ്റിക് ഓർഗാനിസംസ് ആണ് നമ്മൾ സൈക്ലോസ്റ്റൊമാറ്റിൽ പറഞ്ഞ പെട്രോമൈസോണും മൈസീനൊക്കെ. എന്നാൽ നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ ജോഡ് ഫോംസ് ആണ്. ജോ കാണപ്പെടുന്നുണ്ട്. നോക്കുക, ഇറ്റ് പോസസ് ജോസ് ആൻഡ് പെയർഡ് അപ്പൻഡേജസ് കാണപ്പെടുന്നുണ്ട്. അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ ഫിൻസ് ഓർ ലിംസ് കേട്ടോ. ഇനി അത് മാത്രമല്ല, അതിന് പ്രത്യേകത നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. ഈ വിഭാഗത്തിൽ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറുന്നുണ്ട്. അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോംസ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് പെടും. ദെൻ ദിസ് ഡിവിഷൻ ആസ് 2 സൂപ്പർ ക്ലാസ്സസ്. നാത്തോസ്റ്റൊമാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ക്ലാസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൈസസ് എന്നും ടെട്രാപോഡ എന്നും. പൈസസ് മീൻസ് ഫിഷസ്. ദെൻ ടെട്രാപോഡ എന്ന് പറയുമ്പോൾ അതിൽ ആംഫീബിയ വരും, റെപ്റ്റൈൽസ് വരും, ബേർഡ്സ് വരും, മാമൽസ് വരും. ഇത്രയുമാണ് ടെട്രാപോഡ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷസ് ആൻഡ് ടെട്രാപോഡ നമുക്ക് നോക്കാം. ഫിഷസ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അക്വാട്ടിക്കിലാണ് അല്ലെ. അത് മറൈൻ ആവാം, അതേപോലെ ഫ്രഷ് വാട്ടറിൽ വരാം. എന്നാൽ ടെട്രാപോഡ കൂടുതൽ ഓർഗാനിസംസും മെജോറിറ്റി ഓർഗാനിസംസും കാണപ്പെടുന്നത് ടെറസ്ട്രിയൽ ആണ്. അതേപോലെ തന്നെ ഫിഷസിൽ സ്കെയിൽസ് കാണപ്പെടുന്നുണ്ട്, ടെട്രാപോഡിൽ സ്കെയിൽസ് കാണപ്പെടുന്നില്ല. ഇവിടെ അപ്പൻഡേജസ് ഫിൻസ് ആണെങ്കിൽ ഇവിടെ ലിംസ് ആണ് അപ്പൻഡേജസ് ആയിട്ട് കാണപ്പെടുന്നത്. ദെൻ ഈ വിഭാഗം ഫിഷസിൽ ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും കാണപ്പെടുന്നെങ്കിൽ ടെട്രാപോഡിൽ 3 to 4 3 or 4 ചേമ്പേർഡ് ഹാർട്ടാണ് ടെട്രാപോഡയിൽ കാണപ്പെടുന്നത്. ദെൻ ഫിഷസിൽ റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണെങ്കിൽ ടെട്രാപോഡയിൽ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്. ഇത്രയുമാണ് നമ്മൾ ഫിഷസും ടെട്രാപോഡയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്.